ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 50,000 അല്ലെങ്കിൽ 60,000 രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഫോൺ, അതുമല്ല ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഏതെങ്കിലും നമുക്ക് ഒരു 10,000 അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂരിഭാഗം പേരും ഒന്നും നോക്കാതെ അത് കയറി നോക്കും. ചിലർ അതിനെ ജെനുവിനിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാറുള്ളൂ. വേറെ ചിലർ ഒന്നും നോക്കാതെ തന്നെ ആ ഒരു 10,000 അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏർപ്പാടാണ് കാർഡിംഗ്. അതായത് ഒരു കൂടിയ വിലയുള്ള ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റോ എല്ലാം നമുക്ക് കുറഞ്ഞ പൈസയിൽ നമുക്ക് മേടിക്കാൻ തരുന്ന ഒരു ഏർപ്പാടാണ് ഈ കാർഡിംഗ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മേടിക്കുന്ന പ്രോഡക്ട്സിനെയാണ് നമ്മൾ കാർഡഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ ഈ കാർഡിംഗ് അതും അല്ലെങ്കിൽ ഈ കാർഡഡ് പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ കാർഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലീഗലാണോ അതോ അത് ഇല്ലീഗലാണോ, അതും അല്ലെങ്കിൽ ഈ കാർഡ് പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമോ, ഇതെല്ലാം നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാം വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കപ്പോൾ ആദ്യം തന്നെ ഈ കാർഡിംഗ് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റ് വേണം. എന്നാൽ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡ് ചെയ്യുന്നതിലും വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു പ്രൈസ് ആണ് ആ പ്രോഡക്റ്റിന് ശരിക്കും ഉള്ളത്. അപ്പോൾ നമുക്കത് മേടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ കാർഡിംഗ് ഏജന്റുമാരെ നമ്മൾ സമീപിക്കും. ഈ ഏജന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് ഈ കാർഡിങ്ങോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതായത് ടെലിഗ്രാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ഇവിടെ എല്ലാം നമുക്ക് കാർഡ് പ്രോഡക്ട്സ് മേടിക്കാൻ പറ്റി നമുക്ക് ഒരുപാട് സൈറ്റും പേജും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ടെലിഗ്രാമിലാണ് ഈ കാർഡിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള തട്ടകം. അപ്പോൾ ഈ ഒരു ചാനലോ അല്ലെങ്കിൽ ഈ ഒരു കാർഡിംഗ് ഏജന്റിനെ നമ്മൾ സമീപിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവർ എന്തുമായിരിക്കും ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കോ അല്ലെങ്കിൽ ആ ഒരു ഏജന്റോ യാതൊരു തരത്തിൽ ബന്ധമില്ലാത്ത ഒരാളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അവരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് അവരുടെ കാശ് അവർ പോലും അറിയാതെ അവരുടെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി ആ പ്രോഡക്റ്റ് അവർ പർച്ചേസ് ചെയ്ത് നമ്മളെ കയ്യിൽ കൊണ്ട് തരികയാണ് കാർഡിംഗ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് കാർഡിംഗ്. അതായത് നമുക്ക് യാതൊരു ബന്ധമില്ലാത്ത ഒരാളുടെ പൈസ നമുക്ക് വേണ്ടി അവർ യൂസ് ചെയ്ത് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് അവർ നമുക്ക് മേടിച്ചു തരും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന കാശ് എന്ന് പറയുന്നത് ആ ഒരു ഏജന്റിന് അല്ലെങ്കിൽ ആ ഒരു ഹാക്കറിന് നമ്മൾ കൊടുക്കുന്ന കമ്മീഷനാണ്. ഈ കാർഡിംഗ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് വേൾഡിൽ വളരെ സുലഭമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഉള്ള ഈ ഹാക്കേഴ്സ് എല്ലാം വളരെയധികം ലേറ്റസ്റ്റ് ടെക്നോളജിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എത്രയൊക്കെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ക്യാഷുകൾ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരാളുടെ പൈസ അവരുടെ അനുവാദമില്ലാതെ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ചീറ്റിങ്ങും ഫ്രോഡും ആണ് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ കാർഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഈ കാർഡിംഗ് നമ്മളെ എങ്ങായാലും പോലീസ് പോക്കിയാൽ നമ്മൾ ജയിലിൽ കിടക്കേണ്ടതാണ്. കാരണം നമ്മൾ ഈ ചീറ്റിങ്ങും ഫ്രോഡും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മേടിക്കുന്ന പ്രോഡക്ട്സിനാണ് നമ്മൾ പ്രധാനമായിട്ടും കാർഡഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അത് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് നമുക്ക് ഈ കാർഡഡ് പ്രോഡക്ട്സ് തസ്തികയിൽ നമുക്ക് പെടുത്താൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാർഡിംഗ് വഴി ഒരു 60,000 20,000 രൂപ മുകളിലുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് വളരെ തുച്ഛമായ പൈസ നമുക്ക് മേടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പലരും ചാടി കയറി ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കാശ് കൊടുക്കാറുണ്ട്. എന്നാൽ ഈ കാർഡിങ്ങുമായി ബന്ധപ്പെട്ട ചില റിസ്കുകളുണ്ട്. അതെന്തെന്ന് പറയുകയാണെങ്കിൽ, റിസ്ക് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഈ കാർഡിങ്ങിന്റെ പ്രൊസീജിയർ എന്തെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഈ ഒരു നമ്മളുടെ ഏജന്റിനെ നമ്മൾ സമീപിക്കും. അതിനുശേഷം നമ്മൾ അവർക്ക് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന് അനുസൃതമായി നമ്മൾ അഡ്വാൻസ് കൊടുക്കും. അതായത് കൂടിയ പ്രോഡക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ 5,000 6,000 രൂപ വരെ നമ്മൾ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. കുറഞ്ഞാണെങ്കിൽ ഒരു 1,000 2,000 എല്ലാം കൊടുക്കേണ്ടി വന്നാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം അഡ്വാൻസ് കൊടുക്കും. അതിനുശേഷം നമ്മൾ ബാക്കി പൈസ നമ്മളുടെ കയ്യിൽ പ്രോഡക്റ്റ് എത്തിയതിനു ശേഷമാണ് നമ്മൾ കൊടുക്കുക. അതായത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും ഈ ഒരു കാർഡിങ്ങിന് സാധാരണ നടക്കുന്ന പ്രൊസീജിയർ. എന്നാൽ ആദ്യത്തെ റിസ്ക് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഏജന്റിനെ സമീപിച്ചുകൊണ്ട് നമ്മൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും ആ അഡ്വാൻസ് കൈപ്പറ്റിയതിനു ശേഷം അവർ മുങ്കാറാണ് പതിവ്. അതായത് നമുക്ക് പിന്നെ അവരുടെ യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനോ കാര്യങ്ങളോ നമുക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അവർക്ക് വീണ്ടും നമ്മളോടൊന്ന് ചോദിക്കാൻ പോലും നമുക്ക് അവസാനം കിട്ടാറില്ല. ഏറ്റവും വലിയ റിസ്ക് എന്തെന്ന് വെച്ചാൽ, ഈ കാർഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ എങ്ങാനും നമ്മളെ പോലീസ് ബുക്കിയാൽ നമ്മൾ ശരിക്കും ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിൽ ഇത്രയും ഓഫറൊക്കെ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഈ കാർഡിംഗ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഈ ഒരു റിസ്ക് എടുത്തുകൊണ്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ പോലും നമുക്ക് അതുകൊണ്ട് വലിയ യൂസ് ഉണ്ടാകത്തില്ല. കാരണം മിക്കവാറുള്ള കേസുകളിൽ അവർ നമ്മളെ ക്ലോൺ തന്ന് പറ്റിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ കാർഡിംഗ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ